കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അധ്യാപകനായ ഡോക്ടർ റാമിന്റെ മുൻകൂർ ജാമ്യ ഹർജി സുപ്രീം കോടതി തള്ളി. ക്ലാസ് മുറിയിൽ നിതിൻ രാജ് അധിക്ഷേപിക്കപ്പെട്ടുവെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഡി ധനസുമോദ് വിവരങ്ങളുമായി. ധനസുമോദ്, എന്ത് നിരീക്ഷണത്തോടെയാണ് സുപ്രീം കോടതി ഈ ഹർജി നിരാകരിക്കുന്നത്? സുപ്രീം കോടതിയിൽ ഈ കേസ് മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് തുറന്ന ദിവസം തന്നെയാണ് പരിഗണനയ്ക്ക് വന്നത്. നീണ്ട അവധിക്ക് ശേഷം പരിഗണിച്ചപ്പോൾ ഒരു കാരണവശാലും ഈ ഡോക്ടർ റാമിന് ഒരു പരിഗണനയും മുൻകൂർ ജാമ്യം നൽകണ്ട എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായത്. കാര്യം ഈ കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ, മാസങ്ങൾക്ക് മുമ്പ് തന്നെ നിതിൻ രാജിന്റെ മാതാപിതാക്കൾ സുപ്രീം കോടതിയിൽ കേവിയറ്റ് നൽകിയിരുന്നു. കാരണം അവരുടെ ഭാഗം കൂടി കേട്ടതിന് ശേഷം മാത്രം ഇക്കാര്യത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനം ഉണ്ടാകാവൂ എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ നേരത്തെ തലശ്ശേരി കോടതിയും ഹൈക്കോടതിയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതായിരുന്നു. അതിനുശേഷമാണ് ഒരു സംരക്ഷണം നേടിക്കൊണ്ട് അറസ്റ്റ് തടയണമെങ്കിലും എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റാമിന്റെ അഭിഭാഷകർ ഇന്ന് സുപ്രീം കോടതി ആരംഭ ദിവസത്തിൽ തന്നെ ഇക്കാര്യങ്ങൾ വാദിച്ചത്. പക്ഷേ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള അധ്യാപകരെ പ്രോത്സാഹിപ്പിക്കാനാവില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. മാത്രമല്ല, ക്ലാസ് മുറിയിൽ നിതിൻ രാജ് ആക്ഷേപിക്കപ്പെട്ടു എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇത് പേജ് നമ്പർ 34 ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞാണ് ഈ തരത്തിലുള്ള ക്ലാസ് മുറിയിൽ ആക്ഷേപിക്കപ്പെടുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം എന്താകും എന്നുള്ള ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടാണ് മനുഷ്യവിരുദ്ധം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയത്. ഓക്കെ, എന്ന് വെച്ചാൽ ഈ റാമിനെ അറസ്റ്റ് ചെയ്യാനുള്ള തടസ്സങ്ങൾ മുഴുവൻ നീങ്ങിയെന്നാണ് ധനസുമോദ്. നിഷാദ്, റാമിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള മാർഗങ്ങൾ ഒഴിവായിരിക്കുകയാണ്. കാരണം നേരത്തെ ഈ തരത്തിലുള്ള ജാതി ആക്ഷേപം താൻ നടത്തിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് തലശ്ശേരി കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നത്. പക്ഷേ അത് തള്ളിക്കളഞ്ഞതിന് ശേഷമാണ് ഹൈക്കോടതിയിലേക്ക് വന്ന് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. അതായത് ഈ നിതിൻ രാജിന്റെ മരണത്തിലേക്ക് നയിച്ചത് തൻ്റെ ജാതി അധിക്ഷേപം അല്ല, തനിക്ക് അതിനകത്ത് പങ്കില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു ഈ റാം ഉറച്ചു നിന്നിരുന്നത്. സുപ്രീം കോടതിയിലും ഈ വാദം തന്നെയായിരുന്നു നൽകിയിരുന്നത്. മാത്രമല്ല, 3 മാസമായി റാം ഒളിവിലാണ് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഉള്ളത്. ചക്കരക്കൽ പോലീസ് ഇനി കുറെ കൂടി ഒരു ഗൗരവമാർന്ന രീതിയിലേക്ക് ഈ കേസ് അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. റാമിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാവിധ തടസ്സങ്ങളും ഇപ്പോൾ ഒഴിവായിരിക്കുകയാണ്. പരമോന്നത കോടതിയായ സുപ്രീം കോടതി തന്നെയാണ് ഇടപെട്ട് മുൻകൂർ ജാമ്യം ഇല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി ഒരു മുൻകൂർ ജാമ്യം നേടി റാമിന് പോകാൻ ഒരു കോടതിയുമില്ല. അതുകൊണ്ട് ഇനി പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഊർജിതമായ ഇടപെടൽ തന്നെയാണ് അനിവാര്യമായിട്ടുള്ളത്. ശരി, ഈ റാമിന്റെ ജാമ്യ ഹർജി സുപ്രീം കോടതിയും നിരാകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. വലിയ ജാതി അധിക്ഷേപം നേരിട്ടതിന് ശേഷമാണ് നിതിൻ രാജ് ആത്മഹത്യ ചെയ്തെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവും സഹവിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനകളുമൊക്കെ ആരോപിക്കുന്നത്. എന്നാൽ ഇത് കോളേജ് മാനേജ്മെന്റ് നിരാകരിക്കുകയായിരുന്നു. ഈ റാം, ഇതിലെ പ്രധാന കുറ്റക്കാരനായ റാം, പ്രധാന ആരോപണ വിധേയനായ റാം പല കോടതികളിൽ പോയെങ്കിലും ഇപ്പോൾ പരമോന്നത കോടതിയും അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി നിരാകരിക്കുകയാണ്. ഇനി പോലീസിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തടസ്സമൊന്നുമില്ല.